നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത്, പല വീട്ടിലെയും മാതാപിതാക്കളെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ 15 ആൾ ഉണ്ടെന്ന് കരുതുക. അതിൽ മൂത്ത 1-2 ആളുകൾ ജോലി ചെയ്ത് കൊണ്ടിട്ട് കുടുംബം പോറ്റുന്നവരെ ഈ മാതാപിതാക്കളെയൊക്കെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് മുദ്രയടിച്ച് അതിന് ചികിത്സിക്കുന്ന ഒട്ടനവധി കള്ളത്തരം ആശുപത്രികൾ ഇവിടെ നടക്കുന്നുണ്ട്. മാനസിക രോഗത്തിനാണ് ചികിത്സ എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും മാനസിക രോഗത്തിനല്ല ചികിത്സ. ഇവർ കാര്യപ്പെട്ടിട്ട് അവരെ ദൈനം ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് അവർ നേരിട്ട് ദേഷ്യം പിടിച്ചതാണ് കാരണം. അതിനവരെ പിന്നെ ഈ ഇലക്ട്രിക് ഷോക്ക് കാലങ്ങളോളം കൊടുത്ത് അവരെ മൂലയിലിട്ട് കൊല്ലുന്ന സമീപനമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഇത്തരക്കാരെ കൊന്നതിൻ്റെ കള്ള വോട്ടാണ് പല ഭാഗങ്ങളിലും ചെയ്തിട്ട് രാഷ്ട്രീയക്കാരെ വിജയിപ്പിക്കുന്നത്. ആ ആൾ ഇവരാണ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കള്ള വോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയും ആ വോട്ട് ചെയ്തവരും അതുപോലെ തന്നെ അതിന് കൂടം പിടിച്ചവരെയും ആ സ്പോട്ടിൽ വെച്ച് നിർത്തി വെടിവെച്ച് കൊല്ലാത്തതാണ് ഇതിൻ്റെ കുഴപ്പം. ഒരു പിതാവിനെ സ്വന്തം മക്കൾ മാനസിക രോഗിയാക്കിയിട്ട് മുതൽ തട്ടിയെടുക്കാനുണ്ടായ അതിൻ്റെ പിന്നിൽ സഹായിച്ച രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ആര് തന്നെയാണെങ്കിലും ശരി, ആരെന്നെയാണെങ്കിലും ശരി, അവർക്ക് നിയമം അറിയിക്കുന്ന ശിക്ഷ കൊടുക്കണം. ഒറിജിനൽ അഡ്രസ്സിൻ്റെ പേരിൽ കയറി കള്ളത്തരം ചെയ്യുക, എന്നിട്ട് നുഴഞ്ഞു കയറുക. അതിലിവിടെ നമ്മളിപ്പോൾ പിടിച്ചത് ഒരുപാട് നിരവധി തങ്ങന്മാരെയാണ് ഇത്തരത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനത്തിന് നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായി തീരും. നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി വേണമെങ്കിൽ ഇന്നത്തെ സമ്പ്രദായം പോയാൽ പറ്റില്ല. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം. എന്തിനാണ്? പൊതുഖജനാവിലെ മുതൽ കളവ് നടത്താനാണ്, അല്ലാണ്ട് നാട്ടുകാരെ നന്നാക്കാനൊന്നുമല്ല. അപ്പോൾ ആ സമീപനത്തിൽ നിന്ന് പോകേണ്ടത് പൊതുജനങ്ങളുടെ അത്യാവശ്യമാണ്. എന്നിട്ട് പൊതുജനങ്ങൾ എന്തേപ്പോൾ ചെയ്ത് ഈ വോട്ട് കൊടുത്ത് കംപ്ലീറ്റ് കള്ളവോട്ടാപ്പ് കിട്ടിയുള്ളത്. അതിപ്പോൾ വളരെ വ്യക്തമായിട്ട് ഓരോ ഏരിയയിലും പൊളിയാണ്. തെക്കൻ ജില്ലയിലും വടക്കൻ ജില്ലയിലും ഒക്കെ ഇതുപോലെ കള്ളവോട്ടിലാണ് വന്നുള്ളത്. ഇങ്ങനെ സംവിധാനം ചെയ്യുന്ന കാര്യം ജനാധിപത്യം എന്താ ജനാധിപത്യം? കള്ളവോട്ടാണോ? അപ്പോൾ ഇതന്നെയല്ലേ മറ്റേ മിഷൻ വെച്ചിട്ടും ചെയ്യുന്നത്. അപ്പോൾ ആ സംവിധാനത്തിന് മാറ്റം വരുത്താൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകില്ലേ ആ കാര്യങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിജയം കംപ്ലീറ്റ് ഇതുപോലെ കള്ളവോട്ടിലാണ് എന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടമാണ് ഈ സാധനം. 40% വോട്ട് അദ്ദേഹത്തിന് നേരെ കിട്ടേണ്ടതാണ്. അതിന് കൊണ്ടുപോയിട്ടാണ് ഈ സാധനം കൊണ്ട് തകരാറ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. ആളുകൾ ശരിക്കും 40% വോട്ട് ചെയ്യേണ്ട എല്ലാവർക്കും 2000 രൂപ വരെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദ്യമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അവസാനം വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിന് വോട്ട് ചെയ്യാവുന്നതാണ്. അതിന് പകരം പോയിട്ട് ഇത്തരം തകരാറുകളൊക്കെ കോൺഗ്രസ് എത്ര വന്നാലും ഇതൊന്നും ചെയ്യില്ല, അത് ഉറപ്പാണ്. ലീഗുകാരും ഇതുപോലെ ഒരു കാര്യവും ചെയ്യില്ല. ആരെങ്കിലും വീടടിച്ച് പൊളിച്ചാനോ ആരെങ്കിലും തകരാറുണ്ടാക്കാനോ വല്ലവരും മുതൽ കളവ് നടത്താനോ അയാളെ പിരാന്തനെന്ന മുദ്ര അടിച്ചിട്ട് പിന്നെ മയക്കസൂചി അടിച്ച് അതുപോലെ കറണ്ട് പിടിപ്പിക്കാൻ എല്ലാ പണ്ഡിതന്മാരും തയ്യാറാണ്. മുസ്ലിം പണ്ഡിതന്മാരുടെ കാര്യമാണ് പറയുന്നത്, മുസ്ലിം തങ്ങന്മാരുടെ കാര്യമായി പറയുന്നത്. അതുകൊണ്ട് ഇതിന് ഗൗരവമായിട്ട് രംഗത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത്തരക്കാർക്ക് അതിൻ്റെ സുഖം അനുഭവിച്ച് കാണിച്ചു കൊടുക്കണം, ഈ തങ്ങന്മാർക്കും മൈലിയന്മാർക്കും. അതായത് ശരിക്കുള്ള ആളെ കറണ്ട് പിടിപ്പിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ലീഗിൻ്റെ നേതാക്കന്മാർക്കൊക്കെ എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോയിട്ട് കറണ്ട് അടുപ്പിക്കണം. അതായത് ഒരു 60 ദിവസം തുടർച്ചയായിട്ട് കറണ്ട് പിടിപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും നോർമലായിട്ട് നീച്ചു വരുമ്പോൾ ജനങ്ങളോട് എന്താ പറഞ്ഞു നോക്കാം. അത് എല്ലാ ലീഗിൻ്റെ നേതാക്കന്മാരെയും എത്തരത്തിൽ ചെയ്യണം. കാരണം ഒരാൾ തോന്നിയാസം കള്ളത്തരം ചെയ്താൽ മറ്റുള്ളവർക്ക് ബാധിക്കുമെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ലീഗുകാരെ. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് തട്ടിപ്പ് ഇതുപോലെ ചെയ്യുന്നുണ്ട്, അതിനൊന്നും കൂട്ടു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് എനിക്കൊന്ന് വിഷുദിനത്തിൽ ലോകത്തോട് പറയാനുള്ളത്. ഞാനത് വെറുതെ പറഞ്ഞൊന്നുമല്ല. അതായത് ഇവിടെ നടക്കുന്ന നമ്മളെ ചികിത്സാ ഇൻഷുറൻസ് ഫുള്ളായിട്ട് കള്ളന്മാർ തട്ടിയെടുക്കുകയാണ്. മുഴുവൻ ഒരാൾക്ക് ചികിത്സ കിട്ടാണ്ട് ഒരാൾ
ഒരു പിന്നെ ചൊറിയാസിസിന് ചികിത്സക്ക് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് 30 ലക്ഷം രൂപ വലിച്ച് അന്ന് കൊന്നു കളഞ്ഞു. ആലോചിച്ച് നോക്കണം. ഞാൻ ചിരിക്കാൻ വേണ്ടി പറയില്ല, പക്ഷേ അതൊരു കോമഡിയാണ്. എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഈ 2 പാർട്ടിക്കും അറിയില്ല. കൊപ്പത്ത് മൈദലോട്ടറി ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ അടുത്ത ദിവസം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർ പുറത്തേക്ക് പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കൊലയാളികളുടെ നാടാണ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മരുമക്കളും നല്ല സുന്ദരമായിട്ട് കൊപ്പത്ത് പള്ളിയിൽ കയറി നിസ്കരിക്കുന്നുണ്ടെന്നാണ്. വളരെ നന്നായിട്ട് ആ നേരാകുന്നതിന് മുമ്പ് പോയിട്ട് തലകുത്തി മറിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നിസ്കാരം എന്ന് നിങ്ങൾക്ക് അതിൽ വളരെ വ്യക്തമായിട്ട് അറിയും. വളരെ വ്യക്തമായിട്ട് ആ സാധനം മനസ്സിലാവും. അതായത് മനസ്സിലായില്ലേ? അപ്പോൾ കള്ളവനെയും നല്ലവനെയും തിരിച്ചറിയാനുള്ള മനസ്ഥിതി ഇല്ലാത്ത മലയാളികളാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത്. അസ്സലാമു അലൈക്കും.